ഞാൻ ഈ പൈസ മുടക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ, ഇത് വർക്കായില്ലെങ്കിലോ, നിങ്ങളോട് എപ്പോഴെങ്കിലും ക്ലയന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ക്ലയന്റ് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പലരും ഇവിടെ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ സർവീസിന്റെ മേന്മകളെ കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും നമ്മുടെ സർവീസിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റുന്നത്. ഒരു കസ്റ്റമർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ നമ്മളുടെ സർവീസിനെ അല്ല ഭയക്കുന്നത്, മറിച്ച് അവരുടെ പാസ്റ്റിൽ എപ്പോഴെങ്കിലും അവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടാകാം, മറ്റേതെങ്കിലും സർവീസിൽ നിന്ന് അവർ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരോട് ചോദിക്കുക, റിസൾട്ട് എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അവർ നിങ്ങളുടെ സർവീസ് കൊണ്ട് അവരുടെ ബിസിനസിന്റെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും അവർ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് അവരുടെ ബിസിനസ്സിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സർവീസ് അവർക്ക് ആവശ്യമായിരിക്കാം. അതായിരിക്കും അവിടെ അവർ റിസൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കവിടെ വ്യക്തമായി അവർ റിസൾട്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പേടി മാറ്റുക. അതിനായിട്ട് നമ്മൾ അവരോട് ചോദിക്കാം, മുൻപ് എപ്പോഴെങ്കിലും പണം മുടക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാതെ ഇരുന്നിട്ടുണ്ടോ? എങ്കിൽ അത് ഏതാണെന്ന് പറയാമോ? അവരെ കൊണ്ട് പറയിക്കുക. ഇത് പറയുന്നതിലൂടെ അവരുടെ ബ്രെയിൻ പതിയെ മനസ്സിലാക്കി തുടങ്ങും അവരുടെ ഭയം നിങ്ങളോടല്ല, മറിച്ച് അവരുടെ ഭയത്തിന് കാരണം അവർക്ക് പാസ്റ്റിലുണ്ടായ ആ നഷ്ടമാണ് എന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ്, അവരോട് പറയുക, ഇത് വർക്കായില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണല്ലോ പേടി. എന്നാൽ ഇത് വർക്കായാൽ എന്തായിരിക്കും റിസൾട്ട്? ഇത് വർക്കായാൽ നിങ്ങളുടെ ബിസിനസ് ഏത് ലെവലിൽ എത്തുമെന്നൊന്ന് ചിന്തിക്കൂ. ഇത് പറയുന്നതിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും നേരം റിസ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന കസ്റ്റമറെ ഇത് വർക്കായാൽ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച്, അവരുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഗ്രോത്തിനെ കുറിച്ച് ചിന്തിപ്പിക്കും. നമ്മളവിടെ സിനാരിയോ ടേൺ ചെയ്യുകയാണ്. ഇതിലൂടെ നമ്മൾക്ക് ഈ സെയിൽ മനോഹരമായി ക്ലോസ് ചെയ്തെടുക്കാൻ സാധിക്കും.